ഉയർന്ന മസ്തകം, കൊഴുത്തുരുണ്ട ഉടൽ, ഉറച്ച കാലുകൾ. ആനച്ചന്തത്തിന്റെ പര്യായമാണ് രാമൻ എന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. എവിടെ എത്തിയാലും ആരാധകർ രാമ എന്ന വിളിയോടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആന. കേരളത്തിന്റെ തലയെടുപ്പാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഉത്സവ എഴുന്നള്ളത്തിന് തിടംപേറ്റിയാൽ തിടം പിറക്കും വരെയും തല ഉയർത്തിപ്പിടിച്ചിരിക്കുമെന്നതാണ് രാമന്റെ പ്രത്യേകത. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ആനകളിൽ രണ്ടാമൻ, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആന. ഉത്സവ കേരളത്തിന്റെ കിരീടം വയ്ക്കാത്ത ഗജരാജനെന്നും രാമചന്ദ്രനെ വിശേഷിപ്പിക്കാം. ലക്ഷണമൊത്ത 18 നഖവും നിലം മുട്ടുന്ന തുമ്പിക്കൈയുമെല്ലാം ഈ ഗജരാജന് സൗന്ദര്യമേകുന്നു. 1982 ആന ഏജന്റായ വെങ്കിടാദ്രി മോട്ടി പ്രസാദ് എന്ന ആനയെ വാങ്ങി കേരളത്തിലെത്തിക്കുന്നത്. 1984 തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ആനയെ വാങ്ങി രാമചന്ദ്രൻ എന്ന പേര് നൽകിയത്. ഈ ആന എവിടേക്ക് പോകുമ്പോഴും അതിന്റെ പിന്നാലെ തോട്ടിയും വടിയും പിടിച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് വരുന്ന ഒരുപാട് പേര് വന്ന കാലം തൊട്ടിട്ടുണ്ടെന്ന്. അന്ന് ഈ ദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത കാരണം പുറത്തു വന്നിട്ടില്ല. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് ആരും ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടോ ചായ മേടിച്ചു കൊടുത്തിട്ടോ കാശ് കൊടുത്തിട്ടോ കൊണ്ടുവരണതല്ലാണ്. അവർക്ക് അതിൻ്റെ പരിപാടിയുടെ കൂടെ ആദ്യം അവസാനം ഉണ്ടാവുന്നത്. അതിപ്പോഴും ഒരു 5-6 പേര് 7 പേരൊക്കെ ഇപ്പോഴും ഈ പണി കളഞ്ഞിട്ട് വരാനും കാര്യങ്ങൾക്ക് വരാനും അതിന് പുല്ലെടുത്ത് കൊണ്ടുവരാനും അതിന് പട്ടയെടുത്ത് കൊണ്ടുവരാനും അതുപോലെ തന്നെ എയറിൻ്റെ പെട്ടെന്ന് എയറിൻ്റെ കറ കഴുകി കളയാൻ ഡിസ്ലറി വാട്ടർ വരെ മേടിച്ചു കൊണ്ടുവരുന്ന പിള്ളേരുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആനയുടെ വൃത്തിയിലും എടുപ്പിലും കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് അവരെല്ലാവരും. അപ്പോൾ അത് നമ്മളാരും അത് ഉണ്ടാക്കിയെടുത്തതല്ലാന്ന്, അത് ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു സംരക്ഷണ പറയുക കാര്യങ്ങളല്ലാന്ന്. അത് ആനയായിട്ട് ഉണ്ടാക്കി വന്നിട്ടുള്ളൊരു സംവിധാനമാണ്. അത് ആനയുടെ കഴിവ് തന്നെയല്ലേ. ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരത്തിനെത്തില്ലെന്ന വാർത്തകൾ വന്നിരുന്നു. ആന വരുമ്പോൾ തിരക്ക് കൂടുന്നതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും കൊണ്ടാണ് പിന്മാറിയതെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം അറിയിച്ചിരുന്നു. എന്നാൽ പൂരപ്രേമികളുടെ ആവശ്യം പരിഗണിച്ചാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചത്. ജനങ്ങളുടെ ഹൃദയത്തിലാണ് രാമന് സ്ഥാനമെന്ന് പാപ്പാൻ പറയുന്നു. രാമൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനെ ആരാധിക്കണ മാതിരി ജനങ്ങൾ ഞങ്ങളെല്ലാവരെയും, കാരണം വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടത്തിൽ രാജേഷ് ഉണ്ട്, അതേമാതിരി അമൽ, പിന്നെ വേറൊരു പയ്യൻ്റെ വീട്ടിൽ പോയിരിക്കുന്നത്. രാമൻ്റെ 4 പേരെ ഒരേ മാതിരിയാണ് ജനങ്ങൾ ആരാധിക്കുന്നത്. രാമനെ പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, കാരണം വെച്ച് കഴിഞ്ഞാൽ രാമൻ്റെ നടത്ത, രാമൻ്റെ സ്വഭാവം, രാമൻ പോയി ഇവിടുന്ന് വഴി നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കിലോമീറ്റർ വേണമെങ്കിൽ നടക്കും. ഒരു മടിയും കൂടാതെ എല്ലാ പ്രവൃത്തികളാണ് രാമന് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ അതിനോടുള്ളൊരു താല്പര്യമാണ് രാമനോട് ഏറ്റവും കൂടുതൽ. നേരത്തെ പൂരം വിളംബരത്തിൽ നിന്ന് ആനയെ മാറ്റിയിരുന്നു. 5 വർഷം തൃശൂർ പൂരത്തിനായി തെക്കേ ഗോപുര നട തുറന്നിടാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയിരുന്നു. സീ മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.